നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 7 ജില്ലകളിൽ പുരോഗമിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറെന്ന പരാതി ഉയർന്നുവെങ്കിലും അധികൃതർ അവയൊക്കെ പരിഹരിച്ചു. ഭേദപ്പെട്ട പോളിംഗ് ആണ് എല്ലാ ജില്ലകളിലുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. LDF ചരിത്ര വിജയം നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവകാശപ്പെട്ടു. UDF എപ്പോഴും വേട്ടക്കാർക്കൊപ്പമാണെന്നും CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം അതിജീവിതയോടൊപ്പമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇനിയും കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാരുടെ വാർത്തകൾ പുറത്തു വന്നേക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. ഇങ്ങനെ ലൈംഗിക വൈകൃതമുള്ള പൊതുപ്രവർത്തകരെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് പിണറായി പറഞ്ഞു. സ്വന്തം പാർട്ടിയിലെ സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നവർ വലിയ പുണ്യവാളന്മാരാകേണ്ട എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ലോക് ഭവനിലെത്തി മന്ത്രിമാരായ ബിന്ദുവും രാജീവും സമവായ ചർച്ച നടത്തിയെങ്കിലും വൈസ് ചാൻസലർ നിയമനങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഗവർണർ മുഖ്യമന്ത്രി നേരിട്ട് വരാത്തതിൽ നീരസം പ്രകടിപ്പിച്ചു. സുപ്രീം കോടതി നേരിട്ട് VC-മാരെ നിയമിക്കുമോ എന്ന് ഇന്നറിയാം. ചരിത്രത്തിലാദ്യമായി നെയ്യാറ്റിൻകരയിൽ ഭരണം പിടിക്കുമെന്ന് ആത്മവിശ്വാസത്തിൽ BJP. 70.48% നെയ്യാറ്റിൻകര നഗരസഭയിലേക്കുള്ള പോളിംഗ്. ആകെയുള്ള 46 സീറ്റിൽ 26-ന് മുകളിൽ നേടി തങ്ങൾ അധികാരത്തിലെത്തുമെന്ന് UDFും കണക്കുകൂട്ടുന്നു. നിലവിൽ LDF ഭരണസമിതിയാണ് അധികാരത്തിലുണ്ടായിരുന്നത്. വൻ വിവാദമുയർന്നതോടെ ശശി തരൂർ തനിക്ക് ലഭിച്ച സവർക്കർ പുരസ്കാരം നിരസിച്ചു. ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രഥമ അവാർഡാണ് തരൂർ വേണ്ടെന്ന് വെച്ചത്. അടുത്ത 6 വർഷം കൊണ്ട് രാജ്യത്താകെ 12 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള ഒരുക്കത്തിലാണെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ നാളെയാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നടൻ ദിലീപ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിട്ടതിലുള്ള പ്രതിഷേധം ശക്തമായി തുടരുന്നു. വെച്ചൂരിലെ പാടശേഖരത്ത് താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പരിഭ്രാന്തി പരത്തി. മുൻ വർഷങ്ങളിൽ ഇതേ സമയത്ത് ഈ പ്രദേശത്ത് വ്യാപക പക്ഷിപ്പനി ദുരിതം വിതച്ചിരുന്നു. ആലപ്പുഴയിൽ ഇറിഡിയം തട്ടിപ്പ് കേസിൽ 3 പേർ കൂടി പരാതി നൽകിയതോടെ പരാതിക്കാരുടെ എണ്ണം 19ആയി. ആലപ്പുഴ വിയപുരം സ്വദേശി സജി ഔസേപ്പിനെതിരെയാണ് ആരോപണം. കോട്ടയം, കൊല്ലം, എറണാകുളം സ്വദേശികളാണ് തട്ടിപ്പിനിരയായവരിൽ ഭൂരിപക്ഷവും. കൊല്ലം അഞ്ചലിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. ശബരിമല തീർത്ഥാടകരുടെ വാഹനവും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം. ഒരു നുഴഞ്ഞുകയറ്റക്കാരൻ പോലും വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പ്രഖ്യാപിച്ചു. നുഴഞ്ഞുകയറ്റക്കാരായ വിദേശ പൗരന്മാരെ ഒഴിവാക്കാനാണ് SIR എന്നും അമിത്ഷാ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.